എന്തോ നലക്കണത്? എല്ലാം കൂടെ തള്ളിയിടും. ആര്? ഈ പട്ടി കൊടുക്കുന്ന ആകാരം എല്ലാം കൂടെ. ഓ അപ്പൊ കാക്കാള് ഇതെന്തരി ഒന്നുമില്ല. എന്തുകൊണ്ട്? ഹലോ ഗൈസ്, ഹായ് ഫ്രണ്ട്സ്. ഓണം ഏതൊരുത്തിന്റെ കോലം കണ്ട വയ്യ വയ്യ. ഓണാഘോഷം ഏതൊരെത്തിന്ന് ചോദിക്കണില്ല. ഓണം എത്തി. ഇവിടെ വേണ്ട ആളുണ്ട്. വയ്യാത്തോണ്ട് ആള് വന്നിന്ന് ഇമ്മിമ്മി വയ്ക്കുന്നു. ഇമ്മിമ്മി മണി 2 ഇപ്പോഴാണ് ഇമ്മിമ്മിയൊക്കെ ആവണത്. അപ്പോ നാളെ 1 ഓണം. ഇന്ന് 1 ഓണത്തിന്റെ തലേ ദിവസമാണ് എന്റെ കോലം. കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് വിശേഷങ്ങൾ കാണാം. എന്തുണ്ട് വിശേഷം ഒന്ന് നോക്കാം. നമുക്ക് ഇപ്രാവശ്യം വലിയ ആഘോഷങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളൊക്കെ പാടാണ്. എവിടാ നോക്കാനേ ആ പോണി തടിയിട്ട് ഊറ്റിക്കൊണ്ട് പോയി. പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതെന്താണെന്ന് ഉടനെ പറയാം. എന്തായാലും കാട്ടിന്റെ ഇടയിൽ കൂടെയൊക്കെ വരണുണ്ട്. ഇതിപ്പോ നമ്മുടെ നടന്ന് വീട്ടിലെത്തി. ഇവിടെ ഓണക്കഴിവില് നടക്കുന്നു. താഴെയൊക്കെ പായൽ കുടിച്ചല്ലേ? നിങ്ങൾ ഒന്നുകിൽ ഉറക്കെ സംസാരിക്കുക. ഒന്നാമത് നിങ്ങൾ സംസാരിക്കുന്ന വോയിസിലെന്ന് എല്ലാരും പറയുന്നുണ്ട്. ഓ വരാന്ത മൊത്തം പായൽ കുടിച്ചു. അത് തന്നെ. തെന്നി വീഴും. ഇങ്ങോട്ട് വാടാ. അങ്ങോട്ട് വരണ എന്തിന്? നീ ഇങ്ങോട്ട് വാ. എന്തിന്? എന്തിന്? കാര്യം പറയടാ. മര്യാദക്ക് ജനനായക കണ്ടോണ്ടിരുന്ന ടിവിയില്. അത് ഫുൾ ബാസില് ഹോം തിയേറ്ററിൽ. നമ്മൾ ഇന്നലെ പുതിയ ഹോം തിയേറ്റർ എടുത്തു ഗൈസ്. ഓണമായിട്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നോക്കി എത്രയും മഴയൊക്കെ ആയിട്ട് കണ്ട ആകെ അലമ്പായിട്ട് കിടപ്പുണ്ട്. മഴയും ഓണം. ഇവിടെയാണ് നമ്മുടെ പിങ്കി ഉറങ്ങുന്ന സ്ഥലം. കേട്ടതാ. ഞാനൊരു നല്ലൊരു ചെമ്പരത്തിയൊക്കെ ഇവിടെ ഉറങ്ങണുണ്ട്. സുഖ ഉറക്കം. ചെമ്പരത്തിയാട്ടേക്കണ്. ഇപ്പൊ അവരുടെ വീടിനകം കഴുകുന്നതാണ് ഈ കാണുന്നത്. വെറുതെയാണ് കഴുകണത്. വീണ്ടും അഴുക്കാവും. എങ്കിലും കഴുകി വൃത്തിയാക്കി ഇടണം. അമ്മ വെട്ടിയതല്ലമ്മ, അത് എന്തോ കേട് വന്നു. പിന്നെ ദാണ്ട നിക്കണ്. പപ്പയ്ക്കായിരിക്കും അത് ഒന്നും വരുന്നത്. അത് മുറിച്ചത്. അത് അങ്ങോട്ട് പോണം. അത് കാ കിട്ടണില്ല അങ്ങോട്ട്. ഇപ്പൊ ചെയ്യാം അല്ലേ? ഇപ്പൊ ചെയ്യാം അല്ലേ അമ്മ? അല്ലേ? മൂപ്പ വെച്ച പോട്ടെ. ആര്? പപ്പയ്ക്ക. അവിടെ ആര് തിന്നാ പോണേ? ആര് തിന്നാ? അമ്മ സ്ഥലം ഉണ്ടാ. അമ്മയൊക്കെ ചപ്പത്തി കൊള്ളായി ഞമ്മായിരിക്കും. ഏയ് പതുക്ക. കയ്യെടുത്തത്. എന്തൊരു അത് കയ്യിരിപ്പുണ്ടല്ലേ? പോണേ. മോന്റെ കൂടെ ഗുസ്തി കൂടിയത്. എങ്ങനെ കൈ എത്രയും തുറപ്പഴത്തിൽ തൂക്കാക്കൂല. കയ്യിന് വേദന.
അവരെ കൈ പഴുത്തിരിക്കണം. അതേപോലെ ഇത് അതുപോലെ അല്ലേ ഇത്? ചെറുക്കൻ്റെ കൂടെ കിടന്ന് പിടിവിടാനൊന്നും പറ്റൂല. ചെറുക്കൻ ഭയങ്കര ചെറുക്കാണ്. ഈ ചെറുക്കായി നമ്മളെ പേടിക്കാനൊന്നുമില്ല, പേടിയുള്ളതൊന്നുമല്ല. പറഞ്ഞ അതാണ് കേട്ടില്ലെങ്കിൽ ഭയങ്കര സജീവമാണ്. എന്റെ കയ്യില് മോന്റെ കൂടെ കുസ്തി വിടാൻ പോയി, അങ്ങനെ ഈ ഗ്രില്ലിന്റെ ഇടയിൽ കൈയായത്. അവിടെ ഇരുന്ന് ഇറിവി ഇങ്ങനെ ഇരിക്കണുണ്ട്, ആരും മൈൻഡ് ചെയ്തില്ല. വെള്ളം കോരിത്തല്ലേ. അപ്പൊ ഗൈസ് ദേ ഓണത്തിന്റെ ഭാഗമായിട്ട് വീട് വൃത്തിയാക്കലാണ് നടക്കുന്നത്. ബാക്കി നമ്മളെ വീടൊക്കെ ഓൾറെഡി ചിങ്ങോന്നിന്റെ തലേദിവസം നമ്മള് വലിയ പരിപാടി ഇല്ല, ഉള്ളതെല്ലാം ചെയ്ത് ബാക്കി ദേ നമ്മളിങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതാണ് മേശ നമ്മളെ പെയിന്റ് അടിച്ചിട്ട് ആരും കാണിച്ചില്ല. പിന്നെ അപ്പം ഇത് മൽബറി മൽബറി ഇല്ല, അതാണ് അവിടെ നിന്നേനെ പുഴുത് ഇങ്ങോട്ട് നട്ടത്. ഇവിടെ ആകുമ്പോ നല്ല വെയിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ ഇത്തവണത്തെ ഓണം ചെറിയ ക്ഷീണവും തളർച്ചയുള്ള ഓണമായിപ്പോയി. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. റീസൺ ഞാൻ പറയാം, ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പറയാം എന്നാണ് വിചാരിക്കുന്നത്. പറയാം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ അതെ, ഹാപ്പി സസ്പെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ കുറച്ച് എന്താ പറയാ, അമ്മയുണ്ട്. അമ്മ 2 ദിവസമായിട്ട് വീട്ടിലുള്ളത് കൊണ്ട് അത്യാവശ്യ കാര്യങ്ങള് അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്റെ മുഖം ഇരിക്കുന്ന കാണുമ്പോ തന്നെ അറിയാമല്ലോ, ഞാൻ ആകെ ടയേർഡാണ് ഇത്തിരി. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ വരണം. സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതൊക്കെ ഇപ്പൊ ചെയ്യുന്നത് അച്ഛനും മക്കളും കൂടെയൊക്കെയാണ്. നമ്മള് വാഷിംഗ് മെഷീൻ എടുക്കും, ബാലവേലക്കകത്താവും. അങ്ങനെ എനിക്ക് തൂക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവരൊക്കെ സഹായിക്കും. പിഴിയാൻ അച്ഛനാണ്. പതുക്കെ മക്കളെ ദേഹത്ത് എറിയുന്നു. വീട്ടില് ജനനായകൻ ജേബിയിൽ വെച്ച് കണ്ടോണ്ടിരുന്ന ജേബിയല്ല സോണി. നിങ്ങൾ മാറണം, അല്ലെങ്കിൽ ഇതില് വീഴും. പിന്നെ പിടിച്ചെങ്കിൽ വന്നതന്നെയായിരുന്നു. ആര് വിളിച്ചപ്പം? ഈ അന്നേരം എന്തൊരു പറയണ, എനിക്ക് മനസ്സിലായില്ല. ഇവൻ പിടിച്ചെങ്കിൽ പറഞ്ഞാലേ ഇവിടെ തൂക്കാൻ കയറിയപ്പോ അവൻ വരുമോ? എന്തിന്? പിന്നെ അടിച്ച് പോണ ഓടിക്കണ്ടി. എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവണല്ലേ. വാങ്ങിക്കണ ഫോൺ വാങ്ങണ എന്തിന്? ഇത് അടിക്കണ ശരി എന്തോന്നടി. നമ്മളെ 2 പ്രൊഡക്ട്സ് ആണ്. നമ്മള് എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ മൈജിന്ന് നമ്മളെ സോണിയുടെ JBL ബാർ വാങ്ങിച്ചു. JBL സോണിയുടെ 5.1 ഒരു ഹോം തിയേറ്റർ വാങ്ങിച്ച്. അതിൻ്റെ കൂടെ ബാറ്, പിന്നെ 2 സ്പീക്കേഴ്സ്, മറ്റേ എന്റെ അതാണ് അത് തന്നെ. ആർക്കും അറിഞ്ഞിടാത്ത ഞാൻ വെച്ച് പൊട്ടം പറയിട്ട്. പിന്നെ മറ്റേ സാരത്തിന്റെ വേണ്ടി എല്ലാം അറിയാടാ. പക്ഷെ നമ്മള് ഹോം തിയേറ്റർ നമ്മളെ ഭയങ്കര ആഗ്രഹം. നമ്മളെ കൊറേ വർഷം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കും അച്ഛനും അമ്മക്കില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഗൈസ്. വാങ്ങിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഗൈസ്. വോളിയം കുറച്ച്, ബാസ് കുറച്ച്, എന്റെ ഗതികേട് നോക്കണം. ഞാൻ പാട്ടിട്ടപ്പോ 51 ബാസിലല്ലേ. അപ്പൊ അച്ഛ ഓടി വന്ന് അതിനെ 11 ആക്കാൻ പറഞ്ഞില്ലേ ഗൈസ്? ഞാൻ 51 വെച്ചേനെ കേട്ടാ. പാട്ടായണ്ട് 55. എന്റെ ഒരുപാട് ദിവസങ്ങളുടെ 2-3 വർഷങ്ങളുടെയൊക്കെ ആഗ്രഹമായിരുന്നു എന്റെ അച്ഛന്റെ ഒരു ഹോം തിയേറ്റർ വാങ്ങിക്കണം.
എനിക്ക് അതില് ഒരു സിനിമ കാണണം അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള അത്രയ്ക്കും ക്യാഷ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഓണക്കോടി എടുത്താ ഓണക്കോടി എടുത്താ ഇല്ല ഇത്തവണ ഓണം ഇല്ല. ഓണമില്ലേ ഇത്തവണ ഓണം ഇല്ല. ഇല്ലെന്ന് ഓർക്കാം. ഇത്തവണ ഓണമില്ല. ജോലി ആളും ഇല്ല, ഓണവും ഇല്ല. ആളുവാ ജോലി ആളും ഇല്ല, ഓണവും ഇല്ല. ഞാൻ കൊണ്ടുപോവാ. ഇനിയിപ്പോ ജോലിക്കാരെ കൊണ്ടുവരാം, അതേ നടക്കും. എവിടെ ജോലി ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ വയ്യ, അവക്ക് ജോലി ചെയ്യാൻ വയ്യേ? സുഖമില്ല. അനന്ത ഗുരു അനന്ത ഗുരു അതൊരു മണ്ണു മോക്കുരു. മോക്കുരുവാ. കാല് പൊക്ക്, കാല് പൊക്ക്. അത് നൈറ്റി പൊക്ക്, നൈറ്റി പൊക്ക്. കാല് കഴുകി തരാം. നീ അടിക്കണം അടിക്കല്ലേ, വെള്ളം വെച്ച് അടിക്കല്ലേ, എനിക്ക് നോവും. കാലില് ചെളി, അത് കഴുകി ഇടണ്ടേ. ഈ ചെളി പൈപ്പിന്റെ ചുവട്ടിൽ ചെന്ന് കഴുകാത്തെന്തായിരുന്നു? ഓ ഇപ്പൊ ആ കാലില് ആ വെള്ളം അടിച്ചപ്പോ കാല് വെളുത്തു നോക്കിയാ. വെള്ളം വീഴുന്നത് എനിക്ക് അലർജിയാണെന്ന് അറിഞ്ഞുകൂടിയ സുധീഷ്ണ. ചോദര് ഇരുന്നെങ്കിൽ ചെയ്യണോ ആ ചരുവ ചെയ്യണോടി. ചരുവം തേച്ച് കഴിയണ പിന്നത്തെ കാര്യമല്ലേ. ആ ചരുവം തേച്ച് കഴിയണ പിന്നത്തെ കാര്യമല്ലേ. ഇവിടെ അത്രയും പായലായി. അത് തന്നെ ഭയങ്കര പായല്. അത്രയും ചറുകി പോരും. ഉള്ളത് തന്നെ ആഹാരമൊന്നും വെക്കൂലേ? ഓ കഴിക്കാനുള്ളത് വെക്കുന്നുണ്ട്. ഓണത്തിന് ഈ സദ്യ ഇല്ലെന്ന് പറഞ്ഞാല് ഓണത്തിന്റെ സദ്യ നമുക്ക് തട്ടിക്കൂട്ടി നിൽക്കും. തട്ടിക്കൂട്ടിയുള്ള സദ്യയാണ് ഇത്തവണത്തെ ഓണം. ഇത്തവണ ഒന്നും ആ ഒരു ഇതില്ല. മഴയും കൂടെ ഇന്നലെ മുതൽ മഴ. മഴ ഇന്നലെ മുതല് മഴ തന്നെ. ഇന്നലെ മുതൽ മഴ. അതാ ഒരു വല്ലാത്ത മഴ. അപ്പോഴെപ്പോഴും പെയ്യും, അപ്പോഴെപ്പോഴും. പെയ്യുമ്പോ കുറച്ച് കഴിയുമ്പോ തോരും. അതില്ലാതെ സത്യമില്ലാതെ എങ്ങനെ പെയ്യുന്നു? സത്യമില്ല, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോ എല്ലാ വീട്ടിൽ വെപ്പിനെയും കാട്ടി വരുത്തിക്കലാണല്ലോ. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ഉം 20ഉം കൂട്ടം കറിയും 3 ഐറ്റം പായസമായിട്ട് സദ്യ വീട്ടിൽ വരും. ആ കാലമാണ്. അത് എവിടെ വയ്ക്കാൻ അത്ര രുചിയാണൂല. കോംപ്ലിമെന്റ് കേട്ടാ സുധീഷ്ണ. എന്നാണ് വേറെ ആരും പറഞ്ഞില്ല. അതെന്താ കണ്ട നിങ്ങളെ മോൻ പറഞ്ഞ വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ വെക്കണ രുചിയില്ലേ? രുചിയുണ്ട്. ഇവഞ്ഞല്ല യവൻ പറഞ്ഞ ചെറുക്ക ഇങ്ങനെ പറയുന്ന. ഇപ്പൊ കയറി ചവിട്ടല്ലേ, അത് കഴുകി അവിടെ കഴുകി ഉണങ്ങിയിട്ടിരിക്കും. ഉണം കെട്ട്. വെള്ളം തൂത്ത് ഞാൻ ചരുവം തേച്ചു. ചരുവൻ തേച്ചിരിക്കാം മോണോ. അല്ലെ ഓണക്കൊടിയൊന്നും മാറ്റിയൊന്നുമില്ല. ഈ വാങ്ങിച്ച് തന്ന കോടിയൊക്കെ അവിടെ, ഉടുപ്പൊക്കെ അവിടെ? അത് പുതിയത് വന്ന് അല്ലല്ല, അലമാരിക്കാതിരിക്കുന്നതിന്റെ കണക്കൊന്നും. അത് ചുവപ്പ് കീറിയിരിക്കുന്നു. പച്ച മഞ്ഞ കറുപ്പ് കീറി കുറുക്കരത്തനെയും കീറി. ഏത് കുറുക്ക് കീറി? ഈ കുറുക്കരത്തനെയും കീറി. പുതിയ ഉടുപ്പിന്റെ മറ്റേ പഴയത്. പുതിയ ഉടുപ്പുകൾ എവിടെ? പുതിയത് അത് ചുവപ്പ് ഇത് മാത്രമേ ഉള്ളൂ. 3 എണ്ണേ ഉള്ളൂ. നിങ്ങളൊന്ന് പോയി. 3 എണ്ണ പിന്നെ പാൻറ്റും. ഈ തലയെ കെട്ടാൻ വേണ്ടിട്ട് ഈ നൈറ്റിയെ കീറാൻ പോയെന്തിന്? ആരെങ്കിലും പറഞ്ഞാ കീറാൻ? അത് ഈ കീറിയിരുന്ന നാറ്റിയല്ലേ. ഓ തന്നെ പോയാണമ്മ നിങ്ങള്. ഞാൻ പറയണൊന്നും പരിശോധിക്കില്ല. തയ്യല് വിട്ടുപോയി കഴിഞ്ഞാൽ ഓ ചെറുതായിട്ട് തയ്യൽ വിട്ട് കഴിഞ്ഞു പോയാൽ അപ്പൊ തന്നെ കീറിക്കളയും. അപ്പൊ ഗൈസ്, നമ്മുടെ ഓണം ഇങ്ങ് എത്തി. കഴിഞ്ഞ വർഷത്തെ ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി ഷോപ്പൂസിനെ പിടിച്ചു വലിച്ച് കയറ്റിയ ഒരു വീഡിയോ. ഇപ്രാവശ്യം അങ്ങനെയൊന്നും പറ്റൂല കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് ആവതില്ല. പിന്നെ വാവിന് ഞാൻ നിർബന്ധിച്ച് കയറ്റിയതുപോലെ ഇപ്രാവശ്യം ഇന്ന് എന്തായാലും ഇനി ഓണത്തിന് പിടിച്ചു വലിച്ച് കയറ്റൂല. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു 2-3 ഷോബൂസിന്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഇടയ്ക്കുണ്ടായി. അപ്പം അമ്മ ദേഷ്യം വന്നപ്പോഴത്തേക്കും നമ്മളെ ഡോറൊക്കെ തള്ളി തുറന്ന് അകത്ത് കയറാനായിട്ടൊരു കല്ലൊക്കെ ഉണ്ടായിരുന്ന കയ്യിൽ ശ്രമിച്ചത് എനിക്ക് ഭയങ്കര പേടിയായി. കാര്യം ഇപ്പം എൻ്റെ ഹെൽത്ത് ഇച്ചിരി പ്രശ്നമുള്ള സമയമാണ്. ഞാൻ പറഞ്ഞില്ല, അതൊരു ഹാപ്പി ന്യൂസാണ്, ഉടനെ ഞാൻ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പം അമ്മ അങ്ങനെ വന്നാൽ പോലും എനിക്ക് പിടിച്ചു മാറ്റാനോ തള്ളി മാറ്റാനോ ഒന്നും എനിക്ക് പറ്റൂല. അപ്പം എപ്പോഴും ചേട്ടൻ വീട്ടിലുണ്ടാവണമെന്നില്ല. ഇപ്പം പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ചേട്ടൻ പോകുന്നുണ്ട്. പിന്നെ ഓണം കഴിഞ്ഞ് ജോലിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എനിക്ക്
ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ അമ്മ എപ്പോഴും നിർബന്ധിച്ചും തള്ളിയൊക്കെ വീടിനകത്ത് കയറ്റി. നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്, നിർബന്ധിച്ച് അമ്മയെ വീട്ടിൽ കയറ്റാൻ ശ്രമിക്കരുത്, അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അതങ്ങ് കാര്യമാക്കി അധികം എടുത്തില്ല. പക്ഷെ ഇപ്പം ആ കയറി വീടിനകത്ത് ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാന്നൊക്കെ അമ്മ പഠിച്ചതിൻ്റെ ശേഷമാണെന്ന് തോന്നുന്നു. അമ്മ ഇച്ചിരി പ്രശ്നമാണ് നമുക്ക് എന്ന് വെച്ചാൽ കിച്ചണില് ധൈര്യമായിട്ട് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ ഇപ്പൊ എനിക്കൊരു പേടിയായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ഡോറൊക്കെ കുത്തിയൊക്കെ ഇട്ടിട്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിട്ട് 60 തവണ വെളിയിലിറങ്ങണം എനിക്ക് ഡോറൊക്കെ തുറന്നും ഇറങ്ങിയൊക്കെ ഭയങ്കര പാട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധിച്ച് ഞാൻ എന്തായാലും കയറ്റുന്ന പരിപാടി നിർത്തി. എന്തായാലും അമ്മ കയറൂല, എന്തായാലും നിർബന്ധിച്ച് കയറ്റൂല. അപ്പോ അങ്ങനെ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം മിക്കവാറും നമ്മൾ ഇതിനകത്ത് അമ്മ വാവിന് അങ്ങനെയാ പറഞ്ഞ, ഈ മേശപ്പുറത്ത് കൊടുത്താൽ മതി, നമ്മൾ കഴിച്ചോളാം, അമ്മ കഴിച്ചോളാം എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യും. അപ്പം എന്തായാലും സദ്യയൊക്കെ ഞാൻ വെക്കും കേട്ടോ. കാര്യം അമ്മ ഇന്ന് അങ്ങ് പോവും. അമ്മയ്ക്ക് അവിടെ ബ്രദറുണ്ട്. അപ്പൊ അവിടെ അമ്മ ചോറ് വെക്കണമെന്ന് പറയാനുണ്ട് ഓണത്തിന്. അപ്പൊ അമ്മ ഇന്ന് മലക്കറിയൊക്കെ അരിഞ്ഞ് തന്ന് എല്ലാം അരിഞ്ഞ് പറക്കിയിട്ട് അമ്മ നാളെ രാവിലെ അങ്ങ് പോവും. നാളെ 1-ാം ഓണമാണേ. അപ്പൊ നാളെ രാവിലെ പോയിട്ട് അവിടെ തിരുവോണത്തിൻ്റെ അന്ന് ആഹാരമൊക്കെ വെച്ചിട്ട് 4-ാം ഓണത്തിന് തിരിച്ചു വരും. ചൊവ്വാഴ്ച പോകണോണ്ട് തിരിച്ച് വെള്ളിയാഴ്ച വരും. അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട്, അറിയാലോ എല്ലാവർക്കും. ഐതിഹ്യം അങ്ങനെയല്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ചൊവ്വാഴ്ച പോയാൽ വെള്ളിയാഴ്ച വരാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ നാളെ പോയിട്ട് വെള്ളിയാഴ്ച വരും. അപ്പം നമ്മുടെ വിശേഷങ്ങൾ എത്രയൊക്കെയാണ് വേണ്ട. വീടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ചുണ്ണരിയാക്കി വീടിനകമൊക്കെ. വെള്ളം അടിച്ചു കളയാനാ? ഓക്കെ, പെട്ടെന്ന് ഉണങ്ങും. ഇങ്ങനെ വെച്ചാ അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഓണത്തിന്റെ വിശേഷങ്ങൾ, കുറച്ച് വിശേഷങ്ങൾ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ കാണാം. എന്റെ പിന്നെ പ്രാന്തികളെ പോലെ ഇരിക്കുന്ന പ്രാന്തികളെ പോലെ പ്രാന്തികളെ പോലെ ഇരിക്കുന്ന എന്തുകൊണ്ടാണ് പ്രാന്തികളെ പോലെ ഇരിക്കുന്ന എന്തുകൊണ്ട് പോണേ? അയ്യോ അയ്യോ, ഇനിയിപ്പൊ പ്രാന്തിയൊക്കെ ആവും നമ്മള്. നമ്മള് പ്രാന്തികളൊക്കെ ആവും. പ്രാന്തി ആവാൻ പറ്റിയ ഇഷ്ടമാവോ? പോണേ? ഇല്ലമ്മ, വിളഞ്ഞില്ല. ഇത് പടത്തിക്കൊലയാണെന്ന് തോന്നുന്നു, വിളഞ്ഞില്ല. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്, അപ്പൊ ഇന്നൊരു വിശേഷം എടുക്കണമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ടാറ്റാ.